ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണ് നിങ്ങൾക്ക് ഹാങ് ആവുന്ന പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഈ ഹാങ് ആവുന്ന ഇഷ്യൂ നിങ്ങൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എങ്ങനെ സ്പീഡിൽ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ഫോൺ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹാങ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടും നമുക്ക് ഫോൺ മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്താറുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് മാറ്റാണ്ട് തന്നെ നിങ്ങളുടെ ഫോണ് ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫോണിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റാം ഫുള്ളാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. രണ്ടാമത് നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ റാം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾക്ക് ഒരു 6 GB അല്ലെങ്കിൽ 8 GB റാമുകളുണ്ടാവും. എന്നാലും നമ്മുടെ ഫോൺ ഹാങ് ആവുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതിന് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളാകുമ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ആവുന്നത് പതിവാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഹാങ് ആവാതെ നല്ല രീതിയിൽ ഹൈ സ്പീഡിൽ എങ്ങനെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ സെറ്റിങ്സ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിയുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിൽ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ 6 GB അല്ലെങ്കിൽ 8 GB റാമുള്ള നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി നമുക്കൊരു 3 GB കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും സ്പീഡിൽ നമുക്ക് ഫോണിൻ്റെ പെർഫോമൻസ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ 6 GB ആയിട്ടുള്ള റാമുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ 3 GB കൂടെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളാവരുത്. നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മെമ്മറി എക്സ്റ്റൻഷൻ നമുക്ക് എനാബിൾ ചെയ്ത് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല, കാരണം എൻ്റെ ഇൻറ്റേർണൽ മെമ്മറി, അതായത് എൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറിയിൽ ഒരു 15 GB അല്ലെങ്കിൽ 20 GB നിങ്ങൾ ഫ്രീ സ്പേസ് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ മെമ്മറി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനാബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്യുക. നിങ്ങൾ ഫോൺ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണ് ഒരു ഹൈ പെർഫോമൻസ് ലെവലിലേക്ക് മാറുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ഫോണിൻ്റെ 6 GB റാം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് അത് 9 GB വരെ എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കിടിലൻ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഫോൺ ഹാങ് ആവുന്നത് അല്ലെങ്കിൽ ഫോണിനെക്കുറിച്ച് നിരവധി ടിപ്പുകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. മാത്രമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.